തിരുവനന്തപുരത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ അറിയാം. ഗവർണറുടെ ചാൻസലറുടെ നിർദ്ദേശപ്രകാരം കേരള സർവകലാശാല വൈസ് ചാൻസലർ നടത്തുന്ന ഏകപക്ഷീയ നീക്കങ്ങളുണ്ട്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. അതിനെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദ്യം ചെയ്തു. വൈസ് ചാൻസലർക്ക് അങ്ങനെ യാതൊരു അധികാരവും ഇക്കാര്യത്തിലില്ല. സിൻഡിക്കേറ്റ് വിളിക്കണം എന്ന ആവശ്യം അവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വലിയ ശക്തമായ സമരമൊക്കെ ഇന്നലെ കാണുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്നലെ തന്നെ ഒന്നൊരു കാര്യം, നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യാൻ നീങ്ങുന്നു രജിസ്ട്രാർ അടക്കം എന്നുണ്ടായിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ? ഇന്ന് കോടതിയെ സമീപിക്കുമോ രജിസ്ട്രാർ? ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതുതന്നെയാണ് ഈ രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാലയിലേക്ക് എത്തിയിരുന്നു. അതായത് VC-യുടെ ഈ ചട്ടവിരുദ്ധമായ നടപടി അത് നിയമവിരുദ്ധമായി കൂടിയാണ്. സർവകലാശാല ചട്ടങ്ങൾക്കെതിരായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അത് എന്തായാലും തന്നെ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് രജിസ്ട്രാറും തീരുമാനിച്ചിരിക്കുന്നത്. നിയമോപദേശം തേടിയിട്ടുണ്ട്. ഹൈക്കോടതിയെ ഹർജി സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്തുണയുമായി സർക്കാരും ഒപ്പമുണ്ടാകും എന്ന തീരുമാനം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള, അതായത് ഗവർണർ RSS വൽക്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന തരത്തിൽ VC-മാരും തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് അംഗങ്ങളും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാത്രമല്ല, ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായി നടത്തിയ നടപടി. അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനിക്കാതെ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം കൂടാതെ ഇത്തരത്തിലൊരു ആക്ഷൻ കൈക്കൊള്ളാൻ ഈ VC-ക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് സർക്കാരും വ്യക്തമാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രജിസ്ട്രാറുടെ തീരുമാനം. കഴിഞ്ഞ ദിവസവും ഇതേ പ്രതിഷേധിച്ച വിവിധ സംഘടനകളുടെ, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിഷേധവും തലസ്ഥാനത്ത് അരങ്ങേറിയതാണ്. രാജ്ഭവനിന് മുന്നിലും അതോടൊപ്പം തന്നെ കേരള സർവകലാശാല കവാടത്തിന് മുന്നിലും കുത്തിയിരുന്നുള്ള പ്രതിഷേധം വരെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ താൽക്കാലിക VC-ആയി അവിടെ തുടരുന്നത് സിസ തോമസ് ആണ്. സിസ തോമസിനോട് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരാൻ ആവശ്യപ്പെടുന്നുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനമായാൽ സിൻഡിക്കേറ്റ് യോഗം കൂടും. അതോടൊപ്പം തന്നെ ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് VC-യുടെ ഈ നടപടിയിൽ ഇനി എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ രജിസ്ട്രാർ KS അനിൽകുമാർ ഈ നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകും. ശരത്.